ചിരി കൊടുക്കും. എന്തോ എന്തോ കേട്ടു കുറച്ചേരം ചിരി. ഹലോ ഹലോ. ഇച്ചിരി വെറൈറ്റി ആണല്ലോ, കൊമ്പൊക്കെ കിട്ടിയിട്ടുണ്ടോ? അതെ, നല്ല രസമുണ്ട്, പക്ഷെ അവക്ക് ചേരും. നല്ല രസമുണ്ട്. സ്മാർട്ട് ആയിട്ടുണ്ട് ഇന്നത്തെ ഡ്രസ്. കളർ കൊള്ളാം കേട്ടോ. താങ്ക് യു സർ. കളർ കോമ്പിനേഷൻ വിത്ത് ബ്ലാക്ക്. thank you. ബ്ലാക്ക് അല്ലേ? അതെ അതെ അതെ. മീനുട്ടി അവിടെയും നല്ല ഒരു കോൺട്രാസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോ ഈ ഫ്രെയിം വെച്ച് നോക്കി. അതെ 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 അതെ, ഒന്ന് ഫ്രെയിം വെച്ച് നോക്ക് ശരിയാ. നിങ്ങള്. യെസ്. നൈസ് നൈസ്. യെസ്. അപ്പൊ ഉഷാറായിട്ട് ഏത് പാട്ടാ പാടാൻ പോന്നെ? രാക്കോലം വന്നതാണ്. എന്റെ സൂര്യപുത്രി എന്റെ അല്ലേ? രാക്കോലം വന്നതാണേ, അതല്ലേ? രാജ സാറുടെ മ്യൂസിക് അല്ലേ? ഫിലിം എന്റെ സൂര്യപുത്രിക്ക്, ഇയർ 1991. പിന്നെ മ്യൂസിക് ഇളയരാജ സാർ, ലിറിക്സ് കൈതപ്പം സാർ, പാടിയത് ചിത്രാമ്മ. ഓക്കേ, വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
കലക്കി ഓറസേ അടിപൊളി സൂപ്പർ സൂപ്പർ താങ്ക് യു സാർ. കലക്കി ഓറസേ അടിപൊളി എന്നാ വൈബ്, എന്നാ വൈബോട് വൈബ് എന്നാ എനർജി. വേറെ ലെവൽ. രാക്കോലം വന്നതാണേ, കൂത്താടും കൂട്ടരാണേ. രാക്കോലം വന്നതാണേ, കൂത്താടും കൂട്ടരാണേ. ഈ പാട്ടിൽ ഒരുപാട് കുറുമ്പുണ്ടായിരുന്നു കേട്ടോ. അതെ, അതെ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട് ഈ മ്യൂസിക്കും കുറുമ്പും രണ്ടും കസിൻസ് ആണ്. അത് മാത്രമല്ല, നമ്മൾ ഈ വണ്ടി കയറുമ്പോഴേ ഫാസ്റ്റൻ യുവർ സീറ്റ് ബാഗ്സ് എന്ന് പറയില്ലേ, അപ്പൊ അങ്ങനെ ഫാസ്റ്റൻ ചെയ്ത് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ആ റോളർ കോസ്റ്റർ റൈഡാണ് കേട്ടോ. അതിലിങ്ങനെ പേടിയുണ്ടേ പോന്ന് ഒരൊറ്റ തുടക്കം. അതെ ഞാൻ ഇങ്ങനെ ബ്രത്ത് പിടിച്ചിരിക്കുകയാണേ. അവസാനം ഈ ശ്വാസം കിട്ടുമോ ദൈവമേ ഇനി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാട്ട് അവസാനിച്ചു. അപ്പൊ ഞാനെന്ത് ചെയ്തു, എന്നിട്ടാണ് ഞാൻ എണിച്ചു നിന്നത് കേട്ടോ. എന്നിട്ടാണ് വാവ് എന്ന് പറഞ്ഞത്. എങ്ങനെ വാവ് പറയാതിരിക്കാം, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സാർ. നീ പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നമേ അല്ല. ഇതൊക്കെ എന്തോന്ന് സിമ്പിൾ ആയിട്ട് പൊട്ടുപോലെ പാടി. Yes, 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 yes. Thank you. അതെ പുട്ടുണ്ടായിരുന്നു, പയറുണ്ടായിരുന്നു, പിന്നെ പീര ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. മൊത്തം ഐറ്റംസ് എല്ലാം കൂടെ ഒന്നിച്ച് അസംബിൾ ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. താങ്ക് യു. പിന്നെ തേർഡ് ബീച്ചത്തില് അത്യാവശ്യം സ്റ്റെപ്സ് ഒക്കെ ഇട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട്. പക്ഷെ അത് കറക്റ്റ് റിതമിനാണോ ചെയ്തതെന്ന് എനിക്കൊരു സംശയം. ഒരു ചെറിയ ഒരു ലാഗ് ഇല്ലായിരുന്നോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ സ്റ്റെപ്പിലായിരുന്നു ഇച്ചിരി ലാഗ് വന്നു. വന്നല്ലേ? ഇച്ചിരി അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ കാരണം ഈ ഡാൻസിനെ പറ്റി ഒരു വിവരം ഇല്ലാത്ത എനിക്ക് പോലും മനസ്സിലായി. വേണമെങ്കിൽ ഒരു സജഷൻ, ഉള്ളം പതഞ്ഞ വേളയിൽ, അതെ വേണമെങ്കിൽ കുറച്ചും കൂടെ വെബ്രാറ്റ് കൊടുക്കാം. ഉള്ളം പതഞ്ഞ വേളയിൽ തമ്മിൽ അല്ല അപ്പൊ ഇപ്പൊ അത് ഓവറാക്കാതെ എക്സാജറേറ്റ് ചെയ്യാതെ ആ വെബ്രാറ്റോ വന്ന കലമ്പുവാൻ. കലമ്പുവാൻ. അതന്നെ കുറച്ച് ആവാം. മിടുക്കി. എന്തോ എന്നെ ഞെട്ടിച്ചു വിട്ടായിരുന്നു. ശരിക്കും ഞാൻ ഞെട്ടി. ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം, ആവണിക്കുട്ടിയുടെ വേറൊരു വേർഷൻ കേട്ടു എന്ന്. നല്ല എന്താ പറയാ, വോക്കൽസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നല്ല ചെസ്റ്റ് വോയിസ്, നല്ല സ്ട്രെങ്ത് ഉള്ള ചെസ്റ്റ് വോയിസ് ആവണിക്കുട്ടിയുടെ. അതിന്ന് കേട്ടു. ഞാൻ ഇങ്ങനെ ഇത് എവിടെയായിരുന്നു ഇത് ഇത്രയും കാലം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എനിക്ക് ശരിക്കും ഞെട്ടി കേട്ടോ. ആവണിക്കുട്ടി, യു ആർ ദ ബെസ്റ്റ്. ഇറ്റ് വാസ് സോ ഗുഡ്. അതിന്റെ കൂടെ ആ ഒരു ഉന്മേഷമുള്ള ഒരു മുഖവും ആ ചിരിയും പെർഫോമൻസും എല്ലാം കൂടെ ആയപ്പോ ഞാൻ അങ്ങ് ഹാപ്പിയായി. ഞാനൊന്നും നോക്കിയില്ല. സന്തോഷം. മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. യെസ്. ആവണിക്കുട്ടി എന്തോ സാർ, അടിപൊളി. ഇന്ന് കലക്കി. ശരിക്ക് ആസ്വദിച്ച് ആനന്ദിച്ച് പാടി. ഒരു നല്ലൊരു മറ്റുള്ളവരെയും കൂടി എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് പാടി. കേട്ടോ, ഒരു പുതിയ ആവണിക്കുട്ടി എന്ന് ഞങ്ങൾ കണ്ടു. അതെ, പുതിയ ഒരാൾ. യെസ്. അപ്പൊ ഇങ്ങനത്തെ പാട്ട് പാടേണ്ട രീതിയിൽ തന്നെ മര്യാദ, ശരിക്കും അതിന്റെ ശരിയായ രീതിയിൽ തന്നെ പാടി കേട്ടോ. ആ, ഞാൻ പേന കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഞാനും തൊട്ടിട്ടില്ല, പേരെഴുതാൻ മാത്രം. അപ്പൊ എന്തായാലും ആദ്യം ഒരു അവസാനം വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി, ആ ഒരു എനർജി നിലനിർത്തി,
പിന്നെ ആ ഡാൻസ് ആ സ്റ്റെപ്സ് കൊള്ളാമായിരുന്നു. ഒരു ലാഗ് വന്നെങ്കിലും അത് എപ്പോ നേരത്തെ പ്രിപ്പയർ ചെയ്തിരുന്ന സ്റ്റെപ്സ് ആയിരുന്നോ അത് ആ വിജയത്തിൽ അങ്ങനത്തെ സ്റ്റെപ്പ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു? നേരത്തെ, അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പെർഫോമൻസ്. താങ്ക് യു സർ, താങ്ക് യു സർ. പുതിയൊരു വേർഷൻ അല്ലേ പുതിയൊരു ആവണിക്കുട്ടിയുടെ? വേർഷൻ. അതെ, താങ്ക് യു. കൊള്ളാം. ഇങ്ങനത്തെ പാട്ടൊക്കെ ആവണിക്കുട്ടിക്ക് അസലായി പാടാൻ പറ്റും. ഗുഡ് ചോയ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ ഇന്ന് എത്ര എഴുതി വെച്ചിരുന്നേ? 100. ആണോ? അതെടുത്തോ, അതെടുത്തോ. എടുത്തോന്ന്. താങ്ക് യു. അത് ശരി വെച്ചോളാൻ ടിക്ക് ചെയ്തോ. 100 out of 100. അത് ഇങ്ങനെയാണോ പറയണേ? ഇങ്ങനെയാണ് പറയണേ. എങ്ങനെ announce ചെയ്യാ? ആവണി You are our എന്താ പറഞ്ഞു. 100 out of 100. ചുമ്മാ 100 കേട്ടോ. ആർക്ക്? എനിക്കല്ലേ? ഇന്ന് എനിക്ക് എന്ന് പറ. ഇന്ന് എനിക്ക് 100 out of 100. Congratulations, congratulations. ആവണിക്കുട്ടി ഇത് ഒത്തിരി സ്പെഷ്യലാണ്. കാരണം ഇപ്പൊ അടുത്തൊന്നും ആർക്കും അങ്ങനെ 100 അതെ, അതെ. കൊടുത്തിട്ടില്ല. പിന്നെ അതിന്റെ കൂടെ സ്റ്റാറും. അതെ, അത് 3. അതെ, yes, yes. കലക്കിട്ടോ. അതെ. ഇന്ന് എന്റെ പാട്ട് കേൾക്കാൻ എന്റെ മാമനും അപ്പൂപ്പനും വന്നിട്ടുണ്ട്. ഹലോ. ആഹാ. അത് മാമനായിരുന്നോ? ചേട്ടനെന്ന് തോന്നിയില്ല എനിക്ക് കണ്ടിട്ട്. ഓക്കെ, സന്തൂർ മാമൻ. അപ്പൂപ്പന് ഒരു നമസ്കാരം പ്രത്യേകിച്ച് വന്നതിന് വളരെ അപ്പൊ സന്തോഷം. രണ്ടുപേരും ഒത്തിരി ഹാപ്പി ആയി കാണും അല്ലെ ഇന്ന് തന്നെ 100 കിട്ടിയപ്പോ. പിന്നെ നമ്മുടെ ആവണിക്കുട്ടിയാണ് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ ഇന്ന്. താങ്ക് യു. അല്ലാണ്ട് വേറെ ആരാവാനാ 100? വേറെ ആര്? പിന്നെ സ്റ്റാറും. അതെ, മധുമാമൻ. എടുത്തോ. മധുങ്കൾ മധുമാമൻ അരിയേച്ചി. മധുമാമ കം ഓൺ. അത് മാമ ഗോ. വാട്ട് ഇസ് ദിസ്? ആവണി, എന്താ സാർ? ഈ ഉടുപ്പ് വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇതുപോലുള്ള നല്ല ഉടുപ്പുകൾ കിൻഡർ മോക്സ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ തന്നെ ആ ഒച്ച ഇടുമ്പോ വേറൊച്ച. ഓക്കെ, ഹാർട്ടി താങ്ക് യു കൺഗ്രാറ്റുലേഷൻസ്. സാർ. ഗോഡ് ബ്ലെസ് യു. കൺഗ്രാറ്റുലേഷൻസ് ആവണിക്കുട്ടി. കൊടുത്താലും കുഴപ്പമില്ല, മീനുട്ടിയല്ലേ. താങ്ക് യു സാർ. ഓക്കെ, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന്റെ കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ് ആണ് കേട്ടോ. താങ്ക് യു. All the best. താങ്ക് യു. ടാറ്റ.